ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമൂഹത്തിന്റെ പരാതികൾ കേൾക്കുവാൻ വേണ്ടി വളരെ സുതാര്യമായ സംവിധാനമാണ് ലോകായുക്ത. എന്നാൽ ലോകായുക്ത ഈ കുറേ ദിവസങ്ങളായി നമ്മുടെ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതിൻ്റെ അധികാരം കുറച്ചുകൊണ്ടുള്ള ഓർഡിനൻസുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ സർക്കാരിന് ഭയമാണോ എന്ന ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ വാരങ്ങളിൽ നമ്മൾ കേട്ടത്. മന്ത്രിമാർക്കെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു, കുറേ വിധികൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. ഇതൊക്കെ ആയിരുന്നു രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത വിഷയം. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമായ ശ്രീ KT ജലീൽ ലോകായുക്ത എന്ന സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിലെ ശ്രീ ജസ്റ്റിസ് ജോസഫിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. ശ്രീ KT ജലീലിന് എന്താണ് സംഭവിച്ചത്? ചില വ്യക്തികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാദപ്രതിരോധങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും മറ്റു മാധ്യമങ്ങളിൽ നടത്തുമ്പോൾ KT ജലീലിന് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇടതുപക്ഷം KT ജലീലിൻ്റെ പുതിയ തീരുമാനങ്ങളെ കാണുന്നത്? എന്താണ് ഈ വിഷയത്തിന് രാഷ്ട്രീയ ഭാവി? ഇതാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, എറണാകുളം മുൻ ജില്ലാ കളക്ടറും സംസ്ഥാനത്തെ മുൻ ലേബർ കമ്മീഷണറുമായ കോൺഗ്രസിനെ നിലവിൽ പ്രതിനിധീകരിക്കുന്ന ശ്രീ MB ജോസഫ് IAS, കത്തോലിക്ക കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ച അഡ്വക്കേറ്റ് ജയശങ്കറിൽ ഞാൻ തുടങ്ങുകയാണ്. അങ്ങ് ഈ ദിവസങ്ങളിലെ KT ജലീലിൻ്റെ നിലപാടുകൾ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഒരു ഘട്ടത്തിൽ ജലീലിനെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാനം രാജേന്ദ്രൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ CPM പാർട്ടി തന്നെ ഇദ്ദേഹത്തിൻ്റെ നയങ്ങളോടൊന്നും യോജിക്കുന്നില്ല എന്നൊരു ധ്വനിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ് എന്ന നിലപാടിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാലും ജലീൽ ലോകായുക്തക്കെതിരെയും ജസ്റ്റിസിനെതിരെയും ഒക്കെയുള്ള ആരോപണങ്ങളിൽ തുടർന്ന് മുമ്പോട്ട് പോവുകയാണ്. ശരിക്കും ഈ വിഷയത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ ഇടതുപക്ഷത്തിന്? അവർ ആരുടെ കൂടെ നിൽക്കണമെന്ന പ്രതിസന്ധി ഉണ്ടോ? അതോ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ അറിവോടുകൂടി ജലീലിനെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണോ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇവിടെ ജെന്യുവനായിട്ടുള്ള ഒരു സംഗതി, ലോകായുക്തയുടെ അധികാരം കുറയ്ക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. കാരണം ലോകായുക്തയ്ക്ക് ഇത്രയും വ്യാപകമായ അധികാരം ഉണ്ടെന്നുള്ളത് നമ്മുടെ നേതാക്കന്മാർ ശരിയായ രീതിയിൽ ഗ്രഹിച്ചിരുന്നില്ല. ഒരു സത്യം. അതുകൊണ്ട് ലോകായുക്തയിൽ ഇത്ര വലിയൊരു പ്രഹരം ഉണ്ടായിക്കഴിഞ്ഞു. അവരത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു. ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊണ്ടു എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഫലപ്രഖ്യാപനത്തിന് മുമ്പാണ് ഈ വിധി വന്നത്. നേരെ മറിച്ച് ഈ വോട്ടെടുപ്പിന് മുമ്പാണ് വിധി വന്നെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടാകുമായിരുന്നു തീർച്ചയായും ഇടതുപക്ഷത്തിന്. കാരണം മന്ത്രി ജലീൽ മുഖ്യമന്ത്രിയോട് വളരെ അടുപ്പമുള്ള ആളാണ്. മാത്രമല്ല ഇതുപോലുള്ള ഒരു ആരോപണം ശ്രീ EP ജയരാജനെതിരെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പിടിച്ച പിടിയാലെ പാർട്ടിയും മുഖ്യമന്ത്രി രാജിവെച്ചു. ജയരാജൻ വലിയ പുള്ളിയാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അങ്ങനെ ഏതോ നിലക്കും ഒരു കേമപ്പെട്ട ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് കൃത്യം 8 ദിവസം കൊണ്ട് രാജിവെപ്പിക്കാൻ CPM-ന് സാധിച്ചു. ഇതേ രീതിയിലുള്ള ഒരു ആരോപണം ജലീലിനെതിരെ വന്നപ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടത് പല ആളുകളും രാജിവെച്ചു. നമ്മുടെ തോമസ് ചാണ്ടി രാജിവെച്ചു, ശശീന്ദ്രൻ രാജിവെച്ചു, ജയരാജൻ രാജിവെച്ചു. 2 കൊല്ലത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. അതുപോലെ ഒരു സംഗതിയിലേക്ക് പോയാൽ മതിയായിരുന്നു, അത് ചെയ്തില്ല. ജലീൽ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു വാത്സല്യ ഭാജനമാണെന്നുള്ള കാരണത്താൽ പിടിച്ചു. പക്ഷെ അവസാന സമയത്ത് പെട്ടെന്ന് ലോകായുക്തയിൽ നിന്നൊരു ഉത്തരവ് വന്നു. അപ്പോഴും അദ്ദേഹം രാജിവെച്ചില്ല. അദ്ദേഹം അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രതികൂലമായ പരാമർശങ്ങൾ ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും ചെയ്ത് അത് തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചു. അവിടെയും യാതൊരു രക്ഷ കിട്ടില്ല. അദ്ദേഹം ഹർജി തന്നെ പിൻവലിച്ച് തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ട്. അപ്പൊ അദ്ദേഹം അന്ന് മുതൽക്ക് വളരെ നിരാശനാണ്. അദ്ദേഹം ഈ ആരോപണം ഇപ്പോഴാണ് ഉന്നയിച്ചത്, പൊതുസമൂഹത്തിൽ ചർച്ചയായതെങ്കിലും ഇപ്പോഴല്ല അദ്ദേഹം ഈ ആരോപണം ഒളിഞ്ഞും തെളിഞ്ഞും നേരത്തെ കൊണ്ട് ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ അവസാനം ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം, അത് രാജ്യസഭയിൽ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ നമ്മുടെ വെങ്കയ്യ നായിഡു അത് ശ്രദ്ധിക്കും. ഇദ്ദേഹത്തിന്റെ പ്രസംഗം മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയും അതിനെ തുടർന്ന് അതിവിടെ ചർച്ച ചെയ്തപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം നമ്മുടെ സുഹൃത്ത് ജലീൽ വീണ്ടും ആരോപിച്ചു. ഏത് അദ്ദേഹത്തിന്റെ ഈ ലോകായുക്തയിലെ വിധി. പക്ഷെ അന്ന് വളരെ വ്യംഗ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്, വെട്ടി തുറന്ന് പറഞ്ഞില്ല. അതുകൊണ്ട്
പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായില്ല. ഞാനത് ശ്രദ്ധിച്ചു. പിന്നീടും അദ്ദേഹം ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ തൊട്ടും തൊടിച്ചും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ലോകായുക്തയുടെ അധികാരം സർക്കാർ കുറയ്ക്കാൻ നിർമ്മിച്ചു. അത് നയപരമായ തീരുമാനമാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയും അധികാരങ്ങളുള്ള ഒരു ഭസ്മാസുരന്റെ പോലത്തെ ലോകായുക്തയുടെ ആവശ്യമില്ല. അവർ പറഞ്ഞാൽ കേൾക്കുന്ന, അവരുടെയൊക്കെ വഴങ്ങുന്ന ഒരു ലോകായുക്തയാണ് അവർക്ക് വേണ്ടത്. മാത്രമല്ല ഇതുപോലുള്ള സ്ഥാനങ്ങളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല ഇന്റഗ്രിറ്റി ഉള്ള ആളുകളെ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ വെച്ച് കഴിഞ്ഞാൽ സംഗതി വലിയ കുഴപ്പത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിമാരെ തീരുമാനിക്കുമ്പോഴാണെങ്കിൽ, അതല്ല ഇതുപോലുള്ള സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഇവർക്ക് വഴങ്ങുന്നവരെ, അവരുടെ വരുതിക്കകത്ത് നിൽക്കുന്നവരെ മാത്രമേ നിയമിക്കുള്ളൂ. അത് വളരെ ഏത് കാലത്തും അതെ, UDF ആണെങ്കിലും LDF ആണെങ്കിലും ആ കാര്യത്തിൽ മാറ്റമൊന്നും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഇപ്പൊ ഇത് ഈ ലോകായുക്തയുടെ ചിറകരിയാൻ അല്ലെങ്കിൽ അതിന്റെ പല്ലും നഖവും പറിക്കാൻ തീരുമാനിച്ച ഒരു സമയത്താണ് ജലീൽ പിന്നെ അദ്ദേഹത്തിന്റെ പഴയ മോഹഭംഗവുമായിട്ട് രംഗത്തുന്നത്. അതായത് ഇവിടെ ജലീൽ പ്രതീക്ഷിച്ച രാഷ്ട്രീയം എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷേ അന്ന് ജലീലിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നത് ജലീലിന് മാത്രം വിഷയമായിരുന്നു. കാരണം അന്ന് ഇലക്ഷന് ശേഷമാണ് വന്നതുകൊണ്ട് ജലീലിന് മാത്രം വിഷയമായിരുന്നു. എന്നാൽ പാർട്ടി ഇന്ന് ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ എനിക്ക് പാർട്ടിയുടെ പിന്തുണ കൂടി കിട്ടും എന്നൊരു ബുദ്ധി ആയിരുന്നിരിക്കും ഒരുപക്ഷെ ജലീൽ ഈ ആരോപണങ്ങൾക്ക് ഉന്നയിക്കാൻ ശ്രമിച്ചത്. ജലീൽ നീതീകരിക്കുക, ഒപ്പം പാർട്ടിയുടെ പിന്തുണ കൂടി വാങ്ങുക, അങ്ങനെ ആയിരിക്കുമോ അതോ മറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നോ? ഇല്ല, അങ്ങനെ പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പാർട്ടിക്കാർക്ക് ഒരിക്കലും പരസ്യമായിട്ട് ജലീലിനെ പിന്തുണക്കാൻ പറ്റില്ല. കാര്യം ഇന്നത്തെ നിലയ്ക്ക് ഓർഡിനൻസ് ഗവർണർ ഒപ്പിടുമോ, ഗവർണർ ഒപ്പിട്ടാൽ തന്നെ ഗവർണർ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിക്കുമോ, അതോ ഈ കേന്ദ്രത്തിന്റെ ശുപാർശ പരിഗണനയ്ക്ക് അയക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഇത് പൊതുസമൂഹത്തിന് വലിയ ചർച്ച ആയതുകൊണ്ട് സർക്കാരിന് വാശി പിടിച്ച് ഇത് പാസ്സാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഭേദഗതി പാസ്സാക്കിയാൽ നമ്മൾ ആലോചിക്കുക അതിന്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കാരണം അഴിമതി തടയാനുള്ള സംവിധാനം, അതിന്റെ അധികാരം നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അത് മാത്രമല്ല LDF സർക്കാരാണെന്ന് ആലോചിക്കും. LDF സർക്കാർ ഇത് നമുക്ക് മനസ്സിലാക്കാം. LDF താരതമ്യേന അഴിമതി കുറഞ്ഞ ഒരു സംവിധാനമാണെന്നാണ് സങ്കല്പം. സങ്കല്പമെങ്കിലും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു സർക്കാർ, അത് മാത്രമല്ല EK നായനാരുടെ സമയത്ത് ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥയാണ്. ഇതിന് സമാനമായ ഒരു വ്യവസ്ഥ അന്ന് ആലോചിച്ചിട്ട് EK നായനാരും അദ്ദേഹത്തിന്റെ നിയമമന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ നായരും അത് ഡ്രോപ്പ് ചെയ്തു എന്നൊരു സംഭവമുണ്ട്. മാത്രമല്ല CPI ഈ കാര്യത്തിൽ വേറൊരു നിലപാട് സ്വീകരിച്ചു. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് സർക്കാർ. അപ്പൊ അങ്ങ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയുടെ പിന്തുണയൊന്നും പ്രതീക്ഷിച്ചുള്ള ഒരു ഇതല്ല. ജലീലിന്റെ വാർത്തകൾ ഇടം പിടിച്ച് നിൽക്കുക, ജലീലിനെ കൂടുതൽ ഉറപ്പിച്ച് നിർത്തുക എന്നതാണ് വ്യക്തമാണ്. ഞാൻ രണ്ടാം തിരിച്ചു വരാം. ശ്രീ MP ജോസഫ്, അങ്ങ് ദീർഘകാലം ഈ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് വളരെ അടുത്ത് അറിയാവുന്ന, അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ ഇതിനെയൊക്കെ മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്ത ആളാണ്. അങ്ങ് കേരളത്തിലെ ഏറ്റവും ദീർഘകാലം ലേബർ കമ്മീഷണറായിട്ടിരുന്ന IAS ഓഫീസറൊക്കെ ആയിരുന്ന വ്യക്തി കൂടിയാണ്. എന്നാൽ അന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ച് സംസാരിക്കുമ്പോൾ ഈ ജലീലിനെ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം അത് ഇടതുപക്ഷത്തിന്റെ കൂടി ഒരു പിന്തുണ കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്തയാണോ? എന്തുകൊണ്ടാണ് ജലീൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്? അങ്ങ് ഓർക്കുന്നുണ്ടാകാം, ഒരിക്കൽ അങ്ങയുടെ പാർട്ടിയുടെ തന്നെ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അദ്ദേഹത്തിന്റെ മകനെതിരെ, അദ്ദേഹത്തിന്റെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ആരോപണം, അദ്ദേഹത്തിന്റെ മാർക്കുമായി ബന്ധപ്പെട്ട ആരോപണം ഒക്കെ നടത്തിയ ആൾ കൂടിയാണ് ജലീൽ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ വാദപ്രതിവാദങ്ങളെ അങ്ങ് നോക്കിക്കാണുന്നത്? ആദ്യം തന്നെ ഞാനൊരു തെറ്റ് തിരുത്തട്ടെ. ഞാൻ തൃക്കരിപ്പൂർ ഇലക്ഷന് മുമ്പായിട്ട് ഞാൻ കേരള കോൺഗ്രസിൽ ചേർന്നു. തീർച്ചയായും എനിക്കറിയാം. കേരള കോൺഗ്രസിലാണ് ഒരുപാട് കാലം. 2015 തുടങ്ങി ഞാൻ കോൺഗ്രസിലായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കേരള കോൺഗ്രസിലാണ്. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്നത് കേരള കോൺഗ്രസിന്റെയോ ഒന്നും നയമായിട്ട് കരുതരുത്. UDFന്റെ ഒരു പൊതു നയമായിരിക്കാം. പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ ഒരു അഭിപ്രായമാണെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ അടിവരയിട്ട് പറയട്ടെ. നേരത്തെ ഞാൻ വളരെ ആദരിക്കുന്ന ഒരു നിരീക്ഷകനാണ്, ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന്റെ 90% ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാനൊരു നിരീക്ഷകനല്ല, പക്ഷെ പുറമെ നിന്ന് നോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ജലീലിനെ ഒന്ന് വിട്ടയച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. ജലീലാവുമ്പോ പിന്നെ എപ്പോഴും ജലീലിന് പ്രത്യക്ഷമായിട്ട് പിന്താങ്ങാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ഉദ്ദേശത്തിലേക്ക് ജലീല് പൊതുജനാഭിപ്രായം കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് വിട്ട് അയച്ചിരിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. ജലീല് പറഞ്ഞതൊന്നും മാർക്സിസ്റ്റ് പാർട്ടി പിന്താങ്ങിയില്ലെന്ന് വിചാരിച്ചിട്ട് അവരുടെ പിന്താങ്ങല് ഇല്ല എന്ന് നമുക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജലീൽ എപ്പോഴും എന്താണ് ഒരു
ഒരു ഒറ്റയാനാണ്, ഒരു ലൂസ് ക്യാനൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു പീരങ്കി തോന്നിയോടത്ത് വെടിവെക്കുന്നത് പോലെ. അപ്പൊ തോന്നിയോടത്ത് വെടിവെക്കുമ്പോൾ പലപ്പോഴും കൊള്ളത്തക്ക രീതിയിലും ആ പീരങ്കി വെടിവെക്കും. അപ്പൊ അങ്ങനെ വെടിവെക്കുമ്പോ കൊള്ളോടത്ത് കൊണ്ടോട്ടെ എന്നുള്ളൊരു താല്പര്യവും കൂടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിനകത്ത് ഇല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പിന്നെ ജലീലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജലീൽ ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ അതിന് വളരെ കാതലായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. ജലീല് ഈ പറഞ്ഞ പോലെ SFIയിൽ നിന്നും ഡിഫൈയിൽ നിന്നും DYFIയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നതല്ല, മുസ്ലിം ലീഗിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതാ. അപ്പൊ പുതിയ ഒരു മുസ്ലിം ലീഗിന് മുമ്പ് സിമിയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു. എന്തോ സിമി പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. അതും സിമി പ്രവർത്തകൻ കൂടിയായിരുന്നു. അപ്പൊ ഒരു പുതിയ മതത്തിലേക്ക് വരുമ്പോ ആ പുതിയ പാരമ്പര്യമായിട്ട് ആ മതം സ്വീകരിച്ച് വളർന്നു വന്നവരെക്കാളൊക്കെ ഒരു തീഷ്ണത കാണിക്കുന്ന ഒരു തീഷ്ണത അദ്ദേഹത്തിന് കാണിച്ചേ പറ്റൂ. ആ തീഷ്ണതയും കൂടി കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതിയാണ്. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ട്. അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയാ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു ജെന്റിൽമാന്റെ ഒരു വളരെ പോളിഷ്ഡ് ആയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇമേജ് ആണ്, ഒരു പ്രതിച്ഛായയാണ് അദ്ദേഹം കാണിക്കാനായിട്ട് എപ്പോഴും കരുതിക്കൊണ്ട് മുന്നോട്ട് പോന്നിരിക്കുന്നത്. അത് ആ ഒരു പ്രതിച്ഛായക്ക് ഒരു കോട്ടം തട്ടിയപ്പോഴ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ഞാൻ നിതിൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ മകന് സിവിൽ സർവീസ് കിട്ടിയപ്പോൾ ഏതാണ്ട് 600 ശിഷ്ടം ആയിരുന്ന എഴുത്ത് പരീക്ഷയിൽ റാങ്കായിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇന്റർവ്യൂവിൽ 1ാം റാങ്ക് കിട്ടി എന്നുള്ളൊരു ചോദ്യമാണ്. അത് ഇന്റർവ്യൂ ബോർഡിനെ സ്വാധീനിച്ചിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എന്നൊക്കെയാണ് അന്ന് ജലീല് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. ഇന്റർവ്യൂവിൽ മാർക്ക് ഇടുന്ന സംവിധാനവും എഴുത്ത് പരീക്ഷ എഴുതുന്ന സംവിധാനവും പാടെ വ്യത്യാസമാണ്. ഞാന് എഴുത്ത് പരീക്ഷയിൽ ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് ഇന്റർവ്യൂവില് ശോഭിക്കണം എന്നില്ല. മറിച്ചു എനിക്ക് എല്ലാം അറിയാമായിരിക്കും, എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ഒരു പരീക്ഷ 3 മണിക്കൂറിനകത്ത് ഒരു ചോദ്യത്തിന് 7-8 മിനിറ്റിനുള്ളിൽ പ്രസക്തമായിട്ട് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടാകില്ല. ദീർഘമായിട്ട് എഴുതിയിട്ട് ഉത്തരക്കടലാസിന്റെ പകുതി ചോദ്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ട് മാർക്ക് കുറയാനുള്ള ഒരു പല കേസുകളും അങ്ങനെയുണ്ട്. IAS അതിനകത്ത് ടെക്നിക്കും ഒക്കെ ഭാഗമാണ്, പ്രത്യേകിച്ചിപ്പോ. അപ്പൊ അതിനകത്ത് പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഇന്റർവ്യൂവിൽ നല്ല മാർക്ക് കിട്ടിക്കൂടാന്നില്ല. തീർച്ചയായിട്ടും അത് സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, പറയുമ്പോൾ ഇന്റർവ്യൂ ബോർഡൊന്നും അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ബോർഡ് നമ്മുടെ PSC-നൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന പോലെയൊന്നും UPSC-യുടെ ഇതുവരെയ്ക്കും ദൈവം സഹായിച്ചിട്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പാനൽ മാത്രമല്ല, പല പാനലും ഉണ്ട്. ഒരു കാൻഡിഡേറ്റ് പോകുമ്പോൾ ഏത് പാനലിലേക്കാണ് അന്ന് രാവിലെ പോകാന്ന് പോലും അവസാന നിമിഷം കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പെട്ടെന്ന് പോയിട്ട് ഒരു തീരുമാനം ഒരു പാനലിന്റെ എല്ലാവരും സ്വാധീനിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക്. അതായത് ജലീലിന്റെ അത്തരത്തിലുള്ള ആരോപണം പോലെ മാത്രമേ ഈ ലോകായുക്തയുമായിട്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കൊക്കെ എതിരെയാണ് അദ്ദേഹത്തിന്റെ പുതിയ ആരോപണം വരുന്നത്. അദ്ദേഹം വൈസ് ചാൻസലർ നിയമിച്ച കാര്യത്തിൽ പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ള നിലയ്ക്കൊക്കെയാണ് ആരോപണങ്ങൾ പോകുന്നത്. അപ്പം ഈ ആരോപണങ്ങളൊക്കെ തള്ളുകയാണ്. തീർച്ചയായിട്ടും വൈസ് ചാൻസലറിന് ഉദ്ദേശിക്കുന്നത് ജാൻസി ജെയിംസ് ആണെങ്കിൽ നേരത്തെ നമ്മുടെ ഇത് ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തില് ജാൻസി ജോർജ് ആയിരുന്നു, അവർ ജാൻസി ജെയിംസ് ആയിട്ടില്ല. ജാൻസി ജോർജും ഞാനൊക്കെ ഒരുമിച്ച്, അവരെക്കാൾ ഒരു വയസ്സിന് മൂത്തതോ ഒരു വയസ്സിന് താഴെയോ ഞങ്ങൾ ഒരുമിച്ച് ഒരേ പ്രായമാണെന്ന് പറഞ്ഞുകൂടെ. അവർ സെയിന്റ് ട്രീസാസ്റ്റി പഠിക്കുന്നു, ഞാൻ തേവര കോളേജിലും പിന്നീട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഒരുപാട് ഡിബേറ്റുകളിൽ, essay കോമ്പറ്റീഷനില്, ക്വിസുകളില് ഞങ്ങൾ ഒരുമിച്ച് പങ്കുചേർന്നിട്ടുണ്ട്. എനിക്ക് അവരോട് എന്താ പറയാ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അവരൊരു essay എഴുതിയാല്, അവരൊരു ക്വിസ് മത്സരത്തിൽ ചേർന്നാല്, അവരൊരു ഡിബേറ്റിൽ ചേർന്നാല് അവരായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക. പിന്നെ സെക്കൻഡ് പ്രൈസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അത്രയും മിടുക്കും കഴിവുമുള്ള ഒരു വ്യക്തിയാണ് അവർ. തീർച്ചയായും ഈ ആരോപണങ്ങളൊക്കെ വെറും ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം. അവർ തീർച്ചയായിട്ടും വൈസ് ചാൻസലറിന് യോഗ്യമുള്ള, പല വൈസ് ചാൻസലറേക്കാളൊക്കെ യോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന. അതുകൊണ്ട് അവരുടെ എന്താ പറയാ, ജസ്റ്റിസ് സദീഖ് ജോസഫിന്റെ സഹോദരനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരുടെ യോഗ്യതകളൊന്നും കുറയാൻ പോകുന്നില്ല, അതിനകത്ത് വെള്ളമൊന്നും വരാൻ പോകുന്നില്ല. അവര് യോഗ്യതയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും വൈസ് ചാൻസലർ ആയിട്ട് ഇരിക്കാനായിട്ട് യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, അങ്ങ് ജസ്റ്റിസ് KT ജലീലിന്റെ ഈ
ചില അടുത്ത കാലത്തെ ചില ഇടപെടലുകളെ കുറിച്ച് വിനു വി ജോൺ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ട്വീറ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്. ഈ ലോകായുക്തയുടെ ബെഞ്ച് അതിൽ 2 പേരാണുള്ളത്. ഒന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫാണുള്ളത്, അന്ന് ഉപലോകായുക്തയായിട്ടുള്ളത് ഹാറൂൺ അൽ റഷീദാണ്, ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദാണ്. എന്നാൽ ഒരാളെ മാത്രമാണ് നമ്മുടെ ജലീലിന് പ്രശ്നമുള്ളൂ. എന്തായിരിക്കും ജലീൽ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് പ്രതിഷേധങ്ങൾ തീർക്കുന്നത്? ഒരു വ്യക്തിയെ മാത്രം, അദ്ദേഹം വ്യക്തിയെക്കുറിച്ച് മാത്രം പറയുമ്പോൾ ആ വ്യക്തിയിൽ മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്ക് പോലും അദ്ദേഹത്തെ സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയതിൽ പങ്കുള്ള നിലയ്ക്കാണ് അദ്ദേഹം ചർച്ചകളെ കൊണ്ടുപോകുന്നത്. സമീപകാലത്ത് പല വിഷയങ്ങളും അദ്ദേഹം ആ നിലയ്ക്ക് നിലപാടെടുക്കുകയും ചെയ്യുകയാണ്. പഴയ സിമി പ്രവർത്തകരിലേക്കുള്ള തിരിച്ചുപോക്കിലാണോ ജലീൽ എന്ന നിരീക്ഷണമാണോ അങ്ങേക്കുള്ളത് ഈ വിഷയത്തിൽ? ഇവിടെ എനിക്ക് ഈ കാര്യം പറയാനുള്ളത്, ഇദ്ദേഹം പല സംഘടനകളിലൂടെ കടന്നു വന്നാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. പലതും തീവ്രവാദ ബന്ധമുള്ള സംഘടനകളാണെന്ന് കണ്ടെത്തി നിരോധിക്കപ്പെട്ട വിധമാണ്. അങ്ങനെ സിമിയിൽ തുടങ്ങി പല സംഘടനകളുടെ കടന്നു വന്ന് അവസാനം മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി പിന്നീട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ യാത്രികനായി അദ്ദേഹം വളരുന്ന സമയത്തില് പല പടങ്ങൾ അദ്ദേഹം കൊഴിച്ചിട്ടുണ്ട്. പാമ്പ് കൊഴിക്കുന്ന പോലെ പടം കൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ പടം കൊഴിച്ച് പടനായകനാകാൻ ശ്രമിച്ച് പരാജയമടഞ്ഞ ഒരു വ്യക്തിയുടെ ആ ഉള്ളിൽ നിന്നുള്ള വിദ്വേഷത്തിന്റെ ബഹിസ്ഫുരണമാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് നമുക്ക്. അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കൂട്ടാൻ വേണ്ടി IAS ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുണ്ട്. അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ പ്രശസ്തമായ ലാബിന്റെ ആളുകളുണ്ട്. ഉദാഹരണത്തിന് 2007 ഒക്ടോബർ മാസം 24-ാം തീയതി CBI കൈപ്പറ്റിയ അഭയ കേസുമായി ബന്ധപ്പെട്ട CD-യും റിപ്പോർട്ടും 2008 മെയ് മാസം 23-ാം തീയതി അവിടെ സന്ദർശിച്ച ജസ്റ്റിസ് സിറിയക് ജോസഫ് മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറയുന്ന വങ്കത്തരങ്ങളാണ് അദ്ദേഹം പറയും. കാരണം അത് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം CBI-യെയും അവിടെ അപകീർത്തിപ്പെടുത്തുകയാണ്. ജസ്റ്റിസുമാര് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ സമുദായത്തിൽ പെടാത്തതാണെങ്കിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽ പെട്ടതാണെങ്കിൽ അവർ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ അദ്ദേഹത്തിന് എതിരായി വന്നപ്പോൾ അവർക്കെതിരെ അദ്ദേഹം ഈ പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വൈസ് ചാൻസലർമാരുടെ പുള്ളിയുടെ പ്രിയങ്കരായിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഉപ്പായം ഊരിയെറിഞ്ഞ് പുതിയ പടത്തലവന്റെ റോളാണ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതൊരു രാഷ്ട്രീയത്തിന്റെ അവിടെ തന്നെ ഒരു രാഷ്ട്രീയത്തെ മതത്തിന്റെ ലേബൽ രാഷ്ട്രീയക്കാരെ കാണുന്ന വിധത്തിലേക്ക് അദ്ദേഹം തരംതാണു പോയി, അധപ്പതിച്ചു പോയി എന്നുള്ളത് ദുഃഖകരമായ അവസ്ഥയാണ്. രാഷ്ട്രീയക്കാരെ മതത്തിന്റെ ലേബൽ വെച്ച് വിധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് രാഷ്ട്രീയ പാപ്പരത്വമാണ് അവിടെ നമ്മൾ കാണുന്നത്. മതനിരപേക്ഷക്കെതിരായിട്ടുള്ള ഒരു വർഗീയവാദമാണ് അവിടെ നടത്തുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് അതിനെ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് തികച്ചും അന്യായമായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപാട് കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ ജസ്റ്റിസ് താങ്കൾ തന്നെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വന്നാല് ജസ്റ്റിസ് സിറിയക് ജോസഫ് ലോകായുക്തയും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് ഉപയോഗായുക്തയുമായിട്ടുള്ള ഒരു സമിതി ഇദ്ദേഹം ചെയ്ത ഈ തരം വൃത്തികേടുകളെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റുകളെ കണ്ടെത്തി അതിനെതിരെ വിധി പ്രസ്താവിക്കുമ്പോ അതില് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ മതം നോക്കിയിട്ടാണോ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നത് സംശയം വിധത്തിലാണ്. മറ്റേ ഉപലോകായുക്തയ്ക്ക് അതിന്റെ പേരിലേ വരുന്നില്ല. അപ്പൊ സംശയം തോന്നത്തക്ക വിധത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം? അങ്ങനെയാണെങ്കിൽ ലോകായുക്തയെ മുക്തമായി പറയണം. ഞാൻ പറയുന്നത് ക്രെഡിബിലിറ്റി വരുത്തി തീർത്ത് സമൂഹത്തിൽ പടനായകനാകാനുള്ള പരിശ്രമത്തിന്റെ ഒരു അടുത്ത പടം പൊഴിക്കലാണ്. ഇത് തീർച്ചയായിട്ടും എങ്ങും എത്താത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇടതുപക്ഷത്തിനൊരു മൂല്യമുണ്ടല്ലോ, എപ്പോഴും മതനിരപേക്ഷ നിലപാടുകളൊക്കെ എടുക്കുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാന നിലയിൽ നമ്മൾ കാണുക. ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങളോട് ഒരു ഘട്ടത്തിലും യോജിക്കാതെ ഒരു ഒറ്റയാൻ പോരാട്ടം എന്ന വാക്യം ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ഒറ്റയാൻ പുറപ്പെടലാണ് ജലീൽ എടുത്തിരിക്കുന്നത്. അങ്ങ് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ മറ്റാർക്കും കിട്ടാത്ത പ്രിവിലേജുകൾ എനിക്ക് തോന്നുന്നു ലഭിച്ച മറ്റൊരു മന്ത്രി കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നില്ല. അദ്ദേഹം എത്രയോ കാലം മുമ്പേ അദ്ദേഹത്തിന് അവിടെ നിന്ന് അങ്ങനെ ലോകായുക്തയുടെ നിർദ്ദേശം അങ്ങനെ ഒരു നാണംകെട്ടലിലേക്ക് അദ്ദേഹത്തിന് വരുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ജലീൽ ആ പാർട്ടിയിൽ തന്നെ വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ പോലും ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടിയിക്കാൻ തക്കവണ്ണം എങ്ങനെയാണ് ജലീൽ ഇത്ര വേഗം രാഷ്ട്രീയത്തിൽ വളർന്നതും പിണറായി വിജയന്റെ വിശ്വസ്തനായി മാറിയതും എങ്ങനെയാണ്? അല്ല, ഇത് മൊത്തം വിഷയമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സംഭവം.
ജലീലിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനോ പാർട്ടി മെമ്പറോ അല്ല, പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള സ്വതന്ത്രന്മാരിൽ ഒരാളാണ്. നേരത്തെ മഞ്ഞളാംകുഴി അലി ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ വി അബ്ദുറഹിമാൻ ഉണ്ട് മന്ത്രിയായിട്ടിരിക്കും, അതുപോലെ PV അൻവർ, മറ്റ് സ്വതന്ത്രന്മാരും കാലാകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉണ്ടായിരുന്നു, ലോനപ്പൻ നമ്പാടുണ്ട്. അപ്പൊ ഈ സ്വതന്ത്രന്മാർക്ക് ഒരു സ്പേസ് മാർക്സിസ്റ്റ് പാർട്ടി ഏത് കാലത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ജലീൽ വരും. ജലീലിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിൽ നിൽക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതിക്കെതിരായിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കകത്തുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലവിധ തട്ടിപ്പ്, ഗുജറാത്ത് ഫണ്ട് പിരിക്കും, പിരിച്ച ഫണ്ട് ലീഗുകാർ കൂട്ടടിക്കും എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ച് വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു സ്വീകാര്യത. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുണ്ടായ സമയത്ത് VS അനുഭവം ഉള്ള ആളായിരുന്നു മഞ്ഞളാംകുഴി അലി. അയാൾ വലിയ സമ്പന്നനാണ്, നാട്ടിൽ വലിയ സ്വാധീനമുള്ളതാണ്. ഇദ്ദേഹം ആ ഒരു വടംവലിയുടെ സമയത്ത് പിണറായി വിജയന്റെ കൂടെ നിന്നാണ്. മാത്രമല്ല ഇദ്ദേഹം മാർക്സിസ്റ്റുകാരനല്ലാഞ്ഞിട്ട് പോലും പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ച്, അതിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. ആ 7ാമത്തെ അംഗം ജലീല്. അപ്പൊ പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ ഈ പാർട്ടി നേതാവ് നയിക്കുന്ന മാർച്ചിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുമ്പ് അതിന് ശേഷം ഇല്ലാത്തൊരു കാര്യം. അപ്പൊ പിണറായി വിജയനുമായിട്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പം. ആ അടുപ്പം കൊണ്ടാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. ആ അടുപ്പം ഇല്ലാത്തത് കൊണ്ടാണ് മഞ്ഞളാംകുഴി അലിക്ക് പാർട്ടി വിട്ട് പോകേണ്ടത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ സംവിധാനത്തിൽ നിന്ന് തള്ളിപ്പുറത്താക്കിയതാണ്. അവസാനം അദ്ദേഹം നിവൃത്തിയില്ലാതെയാണ് ലീഗിൽ പോയത്. ലീഗുകാരനാകേണ്ട ആളല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയുമല്ല. അദ്ദേഹത്തെ മുസ്ലിം ലീഗിലേക്ക് ഇവർ തള്ളിവിട്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്തുള്ളൂ. മലപ്പുറം ജില്ലയുടെ സവിശേഷമായ വേറെ ചില പ്രത്യേകതകളൊക്കെ അതിൻ്റെ അകത്തുണ്ടെന്ന് വെച്ചു. നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോട് അത്ര സ്നേഹമുണ്ട്, താല്പര്യം. അദ്ദേഹം ആ ഒരു അവസ്ഥ ഇനി നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വാസം ആർജിച്ചതുകൊണ്ട് അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, ഇത് രണ്ടും ഏതാണ്ട് ഒരു സ്വകാര്യ സാമ്രാജ്യമായിട്ട് ഉപയോഗിക്കും. ഈ സമയത്ത് കത്തോലിക്ക സഭയുടെ ഭാഗത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമുണ്ട്. ദീപിക പത്രത്തിലൊക്കെ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന പല ലേഖനങ്ങളും വന്നിട്ടുണ്ട്. അതൊന്നും ആരും ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ദീപിക പത്രമൊക്കെ സൂക്ഷ്മമായിട്ട് വായിക്കുന്ന എന്നെ പോലെ വളരെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എഡിറ്റോറിയൽ പേജൊന്ന് എത്ര പേര് വായിക്കണമെന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ രീതിയിലുള്ള ഭീകരമായ ആക്രമണം നടന്നു. വെള്ളാപ്പള്ളിക്ക് നാക്കിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയും. കത്തോലിക്ക മെത്രന്മാരുടെ പോലെ മൂടിപ്പൊതിഞ്ഞ അല്ലെങ്കിൽ വ്യംഗ്യമായിട്ടും പരോക്ഷമായിട്ടൊന്നും പറയുന്ന രീതി നടേശൻ ചേട്ടന് ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഉള്ള കാര്യങ്ങൾ ബ്ലണ്ടായിട്ട് പറഞ്ഞു. അന്ന് തന്നെ പുള്ളി പറഞ്ഞു ഇത് മുസ്ലിം സംരക്ഷണ വകുപ്പായിട്ട് മാറിയിരിക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമേ ആനുകൂല്യം കിട്ടുന്നുള്ളൂ. ജലീൽ ഇപ്പോഴും സിമിയുടെ നേതാവായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇടതുപക്ഷത്തെ മന്ത്രിയായിട്ടല്ല എന്നൊക്കെ അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനായിട്ട് ഒരു പരിധിക്കപ്പുറത്ത് ആളുകൾ അതിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളൊരു സത്യം. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് ഈ ഒരു വിധി വരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഈ 11ാം മണിക്കൂറിൽ പോലും പറയാൻ പറ്റില്ല, 12ാം മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടം. അപ്പൊ അതിന്റെ ഒരു സ്ഥലജല വിഭ്രാന്തിയിൽ നിന്ന് അദ്ദേഹം ഇതുവരെ മോചിതനായിട്ടില്ല. ഇവിടെ ശ്രീ ചാക്കോ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇതിലെ ജസ്റ്റിസ് സിറിയൻ ജോസഫിനോട് പല വിയോജിപ്പുകളുള്ള ആളാണ്. ഞാനത് തുറന്ന് പറഞ്ഞിട്ടുള്ള തീർച്ചയായും പറയട്ടെ, ഞാനത് പറഞ്ഞു തീർക്കുന്നു. പക്ഷേ ശ്രീ ഹറൂൺ റഷീദിന് എനിക്ക് വളരെ കാലമായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ പേര് ഹൈക്കോടതിയിലേക്ക് നിർദ്ദേശിച്ചത് തന്നെ അന്ന് ഹൈക്കോടതിയിൽ സീനിയർ ജഡ്ജിയായിരുന്ന എന്റെ സീനിയറാണ് ശ്രീ ജസ്റ്റിസ് M രാമേന്ദ്രൻ. റഷീദ് വളരെ സത്യസന്ധനായ, വളരെ മാന്യനായ, ആർക്കും ഒരു എതിരഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. നീതിയുക്തമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ്. മാത്രമല്ല ഈ കേസിന്റെ മെറിറ്റിൽ നമുക്കറിയാമല്ലോ എന്താണ്. ജലീൽ അദ്ദേഹത്തിന്റെ പിതൃ സഹോദര പുത്രനായ അദീബിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊടുത്തുകൊടുന്നുള്ള അങ്ങനെ ഒരു സംഗതിയെ സാധ്യമല്ല, നിയമപ്രകാരം സാധ്യമല്ല. ഇനി അതിന് പാലിക്കേണ്ട ചില കീഴ്വഴക്കങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, അതൊന്നും പാലിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു ക്രമവിരുദ്ധമായ നിയമനം നടത്തുന്നുള്ള സത്യമല്ല. അത് അദ്ദേഹം ഏറ്റെടുത്താൽ പ്രശ്നം തീർന്നു. ആ ഒരു വിധി, ലോകായുക്തയുടെ വിധി മാത്രമല്ല, അത് ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുക പോലും ചെയ്യാതെ തള്ളി. ശ്രീ ജസ്റ്റിസ് സുരേഷ് കുമാർ, അതുപോലെ K ബാബു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് തള്ളി. സുപ്രീം കോടതിയിൽ ചെന്ന് സുപ്രീം കോടതി തള്ളി. പിന്നെ അദ്ദേഹം അതിനുശേഷം ഈ വിധിച്ച ജഡ്ജിയെ, അത് 2 ജഡ്ജിമാരുടെ ഒരാളെ മാത്രം കുറ്റം പറയുന്നതിൽ യാതൊരു ന്യായമില്ല, യുക്തിയുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വേറൊരു കാര്യം പറയാം. ശ്രീ കരുണാകരൻ എങ്ങനെ രാജിവെച്ചു പോയി? കരുണാകരൻ രാജിവെച്ചത് ഹൈക്കോടതിയിൽ നിന്നുള്ള വിപരീത പരാമർശം ഉണ്ടായപ്പോഴാണ് രാജൻ കേസ്. എന്താണ് കരുണാകരനെതിരായിട്ടുള്ള പരാമർശം? ജസ്റ്റിസ് സുബ്രഹ്മണ്യം ബോറ്റിയുടെ ജഡ്ജിമെന്റിൽ പറഞ്ഞു, കോടതിയുടെ മുമ്പിൽ സത്യം വെളിപ്പെടുത്താനല്ല, സത്യം മൂടി വെക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഈ ഒറ്റ വാചകത്തിന്റെ പേരിലാണ് കരുണാകരൻ രാജിവെച്ചത്. കരുണാകരൻ അന്ന് മുതൽ മയക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജസ്റ്റിസ് സുബ്രഹ്മണ്യം ബോറ്റി CPM കാരനായതുകൊണ്ടാണ്. അദ്ദേഹം ശരിക്കും CPM കാരനായിരുന്നു. പിന്നീട് CPM സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് മത്സരിക്കും.
CPM കാരനായതുകൊണ്ടാണ് എനിക്കെതിരെ വിധി പറഞ്ഞത്. കരുണാകരൻ പറഞ്ഞിട്ടില്ല. കാരണം കരുണാകരൻ ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ പറയാൻ പാടില്ല. അപ്പോ ഏതെങ്കിലും മന്ത്രിമാർ രാജിവെച്ചവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആ വിധിച്ച ജഡ്ജി മറ്റേ പാർട്ടിക്കാരനായതുകൊണ്ടാണ്? KM മാണി സാർ പറഞ്ഞിട്ടുണ്ട്? ആരും പറഞ്ഞിട്ടില്ല. ഒരാളും പറയില്ല, പറയാൻ പറ്റുകയില്ല. നമ്മുടെ നീതിന്യായ സംവിധാനം അങ്ങനെയല്ല, നമ്മുടെ ഭരണ സംവിധാനം ഇങ്ങനെയല്ലേ. എല്ലാവരും മതം നോക്കിപ്പോയാൽ, അല്ലെങ്കിൽ എല്ലാവരും മതവും രാഷ്ട്രീയവും നോക്കിപ്പോയാൽ നമ്മുടെ സംവിധാനം പോലും, ഒരു കോടതിക്ക് പിരിക്കാൻ പറ്റില്ല. നമ്മുടെ സംവിധാനം പോലും, ആളുകളുടെ വിശ്വാസം പോലും ഒരു രാഷ്ട്രീയക്കാരൻ ചോദ്യം ചെയ്യുകയാണ്. അതാണ് ഇതിനകത്തെ അപകടം. ജനാധിപത്യത്തിലുള്ള കോടതിയിലുള്ള വിശ്വാസം തന്നെ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടില്ല ഇങ്ങനെയൊക്കെയുള്ള ജനപ്രതിനിധികൾ ഇത് പറയുമ്പോൾ. അല്ല, അത് മാത്രമല്ല, കോടതികൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും വിമർശിക്കാം. ഞാൻ തന്നെ വിമർശിക്കുന്നതാണ്. ജഡ്ജിമാരെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കും. ഞാൻ അതും ചെയ്തിട്ടുണ്ട്. സിറിയൻ ജോസഫിനെ തന്നെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. വിമർശനത്തിനൊക്കെ ചില രീതികളുണ്ട്. വിമർശിക്കുന്നതും ചെളിവാരി എറിയുന്നതും രണ്ടാണ്. അപ്പൊ ഞാൻ ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വന്നോട്ടെ. എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇത്രയെല്ലാം വളരെയധികം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇടതുപക്ഷ പാർട്ടിയിൽ ഇത്രയും സ്വീകാര്യതയോടെ ഇപ്പോഴും നിലനിൽക്കാൻ സാധിക്കുന്നു. പിണറായി വിജയൻ ഒന്നും ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ ആ നിലയ്ക്ക് തള്ളി പറഞ്ഞാൽ ഞാൻ വായിക്കുന്നുമില്ല. ഇത്രയും നാൾ ആ പാർട്ടിയിൽ തുടരാനുള്ള എല്ലാ സാഹചര്യങ്ങളും മന്ത്രിയായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും സ്വാതന്ത്ര്യം വരാനുള്ള കാരണം എന്തായിരിക്കും? ആ പാർട്ടിയിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക റോൾ അദ്ദേഹത്തിനുണ്ടോ? നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഏതെങ്കിലും റോളിൽ അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണോ പിണറായി വിജയൻ അദ്ദേഹത്തെ പിണക്കാത്തത്? അല്ല, പിണറായി വിജയന്റെ മേൽ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വാധീനം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു പക്ഷേ ഇത്തവണ ഈ ലോകായുക്തയുടെ വിധി ഇല്ലായിരുന്നെങ്കിൽ അബ്ദുറഹിമാന്റെ സ്ഥാനത്ത് ജലീലിനെ തന്നെ തിരിച്ചു കൊണ്ടുപോയി. കാരണം CPM ബാക്കി എല്ലാ മന്ത്രിമാരും ഒഴിവാക്കി. ശൈലജ ടീച്ചർ അടക്കം എല്ലാവരും ഒഴിവാക്കി. ജയരാജനെ ഒഴിവാക്കി. ജയരാജൻ, സുധാകരൻ, ഐസക് മുതലായ മന്ത്രിമാർക്കാർക്കും മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല. ജയിച്ചു വന്നിട്ട് ശേഷവും രാമകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ മൊയ്തീനെ പോലെ അതും അല്ലെങ്കിൽ ശൈലജ ടീച്ചർ പോലുള്ള ആൾക്കാരൊക്കെ ഒഴിവാക്കി. പക്ഷെ ഇവരൊക്കെ ഒഴിവാക്കിയാലും ജലീലിനെ നിലനിർത്തുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് നിലനിർത്താൻ പറ്റാതെ പോയത് ഈ ഒരു ഉത്തരവ് വന്നതുകൊണ്ട്. അത് ജലീലിന് അതൊരു വൈരാഗ്യമായിട്ട് മാറിയിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞ ഈ ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം അത് നഷ്ടപ്പെട്ടു. ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും അങ്ങനെ ഇങ്ങനെയുള്ള വിമർശനം അത് ഈ നിലയിലേക്ക്, ഈ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതുപോലെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാർക്കും ഇദ്ദേഹം വ്യക്തിപരമായിട്ട് വലിയ വിദ്വേഷം വെച്ച് പുലർത്തുന്നു. രാഷ്ട്രീയത്തിൽ ഒരിക്കലും വ്യക്തി വിദ്വേഷം പാടില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടൊക്കെ ഈ ജലീൽ നടത്തുന്ന പരാമർശങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുണ്ട്. ഈ പറഞ്ഞ ഒരു നിലവാരത്തിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ AR നഗർ കോപ്പറേറ്റീവ് ബാങ്കിനുള്ള ആരോപണം അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, ഇഡിക്ക് അദ്ദേഹം പരാതി കൊടുത്തു. പിണറായി വിജയൻ അദ്ദേഹത്തെ താക്കീത് അദ്ദേഹം പരാതി. അദ്ദേഹം അപ്പോൾ മാത്രമാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ പരസ്യമായിട്ട് താക്കീതിലേക്ക് എത്തുന്നത്. അതെ, അല്ല, ഇതിലും പിണറായി വിജയൻ അദ്ദേഹത്തെ താക്കീത് ചെയ്യേണ്ടി വരും. അത് ഇപ്പൊ വിദേശത്തായതുകൊണ്ടാണ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം CPM-ന് ഈ ഒരു ആരോപണം ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ഈ സർക്കാർ പക്ഷേ ഇതൊരു രാഷ്ട്രീയ ബുദ്ധി ആയിക്കോട്ടെ. ശ്രീ MB ജോസഫ് പറഞ്ഞതുപോലെ ജലീൽ ആയതുകൊണ്ട് ആളുകൾക്ക് ഒരു പ്രത്യേക നിലയിലാണ് കാണുക. എന്നാൽ ഇപ്പോൾ ലോകായുക്തയുടെ ഈ ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പം അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യിക്കുകയാണ് ജലീലിനെ കൊണ്ട് എന്നും നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ? അത് ശ്രീ ജോസഫ് അത്രയും ഒരു സത്യസന്ധരും നേർബുദ്ധിയുമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ സാധിക്കില്ല. ഇനി ശ്രീ ജോസഫിനെ നമുക്ക് ആക്ഷേപിക്കാം, അവഹേളിക്കാം, അദ്ദേഹത്തെ മലയം ചെയ്യാം. CPM-ന് അതിനൊക്കെ വേറെ സംവിധാനമുണ്ട്. അതിന് ഈ ജലീലിനെ പോലെ അല്ല, ഞാൻ പറയുന്നത് ജലീലിനെ പോലെ കളങ്കിതനായ ഒരാളല്ലല്ലോ ഇറക്കുക. കളങ്കിതനായ ഒരാൾ വന്നിട്ട് എന്നെ ഞാൻ പോക്കറ്റ് അടിക്കുമ്പോൾ പിടിച്ച പോലീസുകാരൻ കള്ളനാണെന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കാരന് എന്തെങ്കിലും സിമ്പതി കിട്ടുമോ? ഇല്ല. സിമ്പതി പോലീസുകാരനെ കിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മറിച്ച് കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരാള് CPM-ന് രംഗത്തിറക്കാം. CPM-ന് ആളെ ആക്ഷേപിക്കാനൊക്കെ മലയം ചെയ്യാനുള്ള സംവിധാനമൊക്കെ അധികമായിട്ട് ശക്തമാണ്. ഇപ്പൊ തന്നെ കാരശ്ശേരി മാഷിനെ പോലെ അല്ലെങ്കിൽ CR നീലകണ്ഠനെ പോലെ പച്ച പാവങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ CPM-കാർ ഏതൊക്കെ രീതിയിൽ വേട്ടയാടും നമ്മൾ കണ്ടത്. അതൊക്കെ ചെയ്യിക്കാനുള്ള സെറ്റപ്പ് അവർക്കുണ്ട്. പക്ഷേ ഇതിന് കണ്ടുപിടിച്ച ആള് തെറ്റിപ്പോയി. ഒരിക്കലും ജലീല് പാർട്ടിയുടെ പിന്തുണയോടല്ല ചെയ്യുന്നത്. പാർട്ടിക്കാരും ഇയാളെ സൈബർ സ്പേസിൽ പോലും സപ്പോർട്ട് ചെയ്തില്ല. മനസ്സിലായില്ലേ? സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. കാരണം പാർട്ടിയിൽ നിന്ന് ഈ രീതിയിലുള്ള ഡയറക്ഷൻ വന്നിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ അപകടം കൂടിയുണ്ട്. ആരാണ് ഇദ്ദേഹത്തെ ഈ ലോകായുക്തമായിട്ട് നിയമിച്ച്? പിണറായി വിജയനല്ലേ. അപ്പൊ അവർക്ക് തള്ളി പറയാൻ പറ്റുമോ? മാത്രമല്ല, ഇതിൽ എന്താ ഒരു വലിയ അപകടം അറിയോ? ജോസഫ് സാർ പറഞ്ഞ പോലെ അല്ലേ ഇത്? ഈ ഓർഡിനൻസ് അഥവാ ഫലപ്രാപ്തിയിൽ എത്തിയില്ല. പൊതുജനങ്ങളുടെ വലിയ വിയോജിപ്പ് ഉണ്ടായിട്ട് നിയമം പാസ്സാക്കാനും പറ്റിയില്ല എന്ന് വിചാരിക്കാം. സാധ്യമാണല്ലോ. ഈ നിയമസഭയിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രമല്ലോ നിയമങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും പൊതുജനങ്ങളുടെ പ്രതികരണം വളരെ രൂക്ഷമാണെങ്കിൽ സർക്കാരിന് പിന്മാറേണ്ട വരും. ഈ സർക്കാരിന് എത്രയോ സമയത്ത് അപ്പൊ അതിന് വലിയ അപകടം അറിയോ? ഇതേ സിറിയൻ ജോസഫിനെ ഇതേ ഹാറൂൺ റഷീദിനെയും വച്ചുകൊണ്ടല്ലേ ഇനിയും 5 കൊല്ലം 4.25 കൊല്ലം മുന്നോട്ടുകൊണ്ടത്. അവരുടെ ഭാഗത്ത് എന്തൊക്കെ തരത്തിലുള്ള വിധികൾ വരാം. നാളെ പിണറായി വിജയനെ ഇവരെ അയോഗ്യനാക്കി എന്ത് ചെയ്യും?
വല്ല ചെയ്യാൻ പറ്റുമോ? ഇരിപ്പതായി പോവും. അതുകൊണ്ട് വേറെ ആര് ചെയ്താലും പിണറായി വിജയൻ ചെയ്യൂല. കാരണം വളരെ 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 കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ എം പി ജോസഫ്, നമുക്ക് ലോകായുക്ത വിഷയത്തിലേക്ക് തന്നെ വരാം. ലോകായുക്ത എന്ന സംവിധാനത്തിന്റെ ഒരു എസൻസ് അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് നിന്ന് ആളുകളെ പുറത്താക്കുവാൻ തക്കവണ്ണമുള്ള നിലപാടുകളിലേക്ക് എടുക്കാനുള്ള അതിൻ്റെ ഒരു എസൻസ് ആണ് ശരിക്കും, അതിന്റെ ക്രസ്റ്റാണ് ഇവിടെ ഈ ഓർഡിനൻസിലൂടെ അതിന്റെ ചിറകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എങ്ങനെയാണ് ഈ ഒരു മുന്നേറ്റത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ഒരു അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ മുന്നേറ്റവും ഒക്കെ ആയിട്ട് അധികാരത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ അതിനെ തുരങ്കം വെക്കുന്ന നിലപാടിലേക്കാണ് പാർട്ടി എന്ന നിലപാടാണോ ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളത്? ഞാൻ വീണ്ടും തീർച്ചയായും പറയാം. ഈ ലോകായുക്തയുടെ ഉദ്ദേശം തന്നെ എന്താണ്? ഏറ്റവും ഉന്നത തലങ്ങളില് മന്ത്രിമാര്, മുഖ്യമന്ത്രി, ഏറ്റവും ഉന്നത ലെവലിലുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച് അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് ഒരു സീനിയർ, ഒരു ചീഫ് ജസ്റ്റിസ് ആയ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തിയുടെ ആഭിമുഖ്യത്തിൽ പരിശോധിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുക എന്നാണ്. അപ്പൊ ആ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും എന്തെങ്കിലും ആരോപണങ്ങള് ഈ ലോകായുക്ത ശരിവെച്ചാല് അത് ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് പറയുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. അത് ഇപ്പൊ ഞാന് ഒരു മന്ത്രിയാണെങ്കിൽ, ഞാനൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ, ഞാൻ ലോകായുക്തയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ നിരപരാധിയാണെന്നാണ് വാദിക്കാം എല്ലാ കേസിലും. ഇപ്പോ ശ്രീ പിണറായി വിജയനും അതാണ് വാദിക്കുന്നത്. അദ്ദേഹം നിരപരാധിയാണ്. ഈ ഫ്ലഡ് റിലീഫിന്റെ CM's ഡിസ്ട്രസ് ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് 25 ലക്ഷമോ മറ്റോ ആർക്കോ കൊടുത്തു, ഒരു രാഷ്ട്രീയ പ്രവർത്തനം NCPയുടെ മരിച്ചുപോയ നേതാവിന്റെ കുടുംബത്തിന് കൊടുത്തു എന്ന് പറയുന്നതാണ് ഒരു ആരോപണം. അതില് അദ്ദേഹം നിരപരാധിയാണെന്നാണ് വാദിക്കുക. ആ വാദിച്ച എന്താ പറയാ അക്യൂസ്ഡ് ഇപ്പോ ഈ ജഡ്ജ് ഇത് ഗിൽറ്റിയാണ്, ഇദ്ദേഹം ഈ കുറ്റം ചെയ്തതാണെന്ന് പറഞ്ഞതിന് ശേഷം അത് തന്നെ ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്ന് ഗവൺമെന്റാണ് അവസാനം അത് അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഭേദഗതിക്ക് വരുമ്പോൾ ആരാണ് ഈ ഗവൺമെന്റ്? ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഇരിക്കുന്നതാണ് ആ ഗവൺമെന്റ്. അപ്പോ പ്രതി കുറ്റക്കാരനല്ല എന്ന് പ്രതി കോടതിയിൽ വാദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോടതി പറയുന്നു ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് പറയുന്നു. തൂക്കിക്കൊല്ലണം എന്ന് വെച്ചാൽ രാജിവെക്കുക എന്ന് പറയുന്നു. എന്നിട്ട് ആ ജഡ്ജ്മെന്റ് അംഗീകരിക്കോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ്? മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ക്യാബിനറ്റില്. പ്രതി തന്നെ തീരുമാനിക്കുന്നു ജഡ്ജായിട്ട് അവിടെ വന്നിട്ട് ഈ ജഡ്ജ്മെന്റ് വേണോ വേണ്ടേ എന്നുള്ളത്. ഈ പ്രതി അക്യൂസ്ഡും ജഡ്ജും ഒരാളായിട്ട് മാറാണ്. വിചിത്രമായിട്ടുള്ള ഒരു ഭേദഗതി ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ ഭേദഗതി ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തു. അതായത് ക്വാളിഫിക്കേഷൻസ് ഇപ്പൊ പറയുന്നത് ലോകായുക്തയുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുന്നവർ മാത്രമേ ലോകായുക്തായിട്ട് കേരളത്തിൽ പറ്റുള്ളൂ. അതും മാറ്റാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പോ നമുക്ക് എടുക്കാവുന്ന പാനല് ചുരുക്കമാണ്. ആ പാനലിൽ നിന്ന് 1, 2, 3 പേരേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു വ്യക്തിയായിട്ടാണ് ശ്രീ ജോസഫ് ജസ്റ്റിസിനെ എടുത്തിരിക്കുന്നത്. ഇപ്പോ ആ പാനലിന്റെ വ്യാപ്തി ഒരുപാട് മാറ്റാനായിട്ട് പോകുന്നത്. അതും ഇത് ലോകായുക്തയുടെ ഒരു സ്റ്റാറ്റസ് കുറയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. രണ്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പൊ നടക്കുന്നത് പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇത് നടന്നു പോകുമോ എന്നുള്ളത് കണ്ടേ പറ്റൂ. തീർച്ചയായും തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കളാപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ദീപിക പത്രങ്ങളിലൊക്കെ ധാരാളം ജലീലിനെതിരെയുള്ള ഒത്തിരി ജലീലിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും സ്വജന പക്ഷപാതത്തെക്കുറിച്ചും ഒക്കെ ധാരാളം ലേഖനങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്യുകയുണ്ടായി ഈ ചർച്ചയിൽ. തീർച്ചയായിട്ടും ജലീൽ മുമ്പ് കത്തോലിക്ക കോൺഗ്രസ് തന്നെ, അങ്ങയുടെ പ്രസ്ഥാനം തന്നെ പലവട്ടം ജലീലിൻ്റെ പല നിലപാടുകളെയും ചോദ്യം ചെയ്യുകയും അതിനെതിരെ പ്രതിഷേധക്കുറിപ്പുകളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ജലീൽ വീണ്ടും ഒരു രണ്ടാമത്തെ സീസണിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജലീലിൻ്റെ ഈ നയങ്ങളെയൊക്കെ എങ്ങനെയാണ് പൊതുവെ നോക്കിക്കാണുന്നത്? അത് ആദ്യഘട്ടങ്ങളിൽ ജലീൽ മന്ത്രിയായിരുന്ന സമയത്തെ ആ സംഭവങ്ങളുടെയൊക്കെ ഒരു സീസൺ 2 എഡിഷൻ 2 ആയിട്ടാണോ ഈ അടുത്ത കാലത്തെ ഈ പ്രത്യാരോപണങ്ങളെയൊക്കെ നിങ്ങൾ നോക്കിക്കാണുന്നത്? വളരെ രസകരമായ ഒരു ഗെയിം.
ഇദ്ദേഹത്തെ പ്രതിപക്ഷ സർക്കാർ ആനയിച്ചുകൊണ്ടെന്ന് അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു ന്യൂനപക്ഷ വകുപ്പില്. പക്ഷേ അറിയാവുന്നതുപോലെ എല്ലാ കോർണറുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകപക്ഷീയവും പൂർണ്ണമായിട്ടും ബയാസ്ഡ് ആയിരുന്നു എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലായി. അതിന്റെ പേരിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്നൊന്നും ഇല്ല, മറിച്ച് ഒരു ന്യൂനപക്ഷമേ ഉള്ളൂ എന്ന് വരത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അത്തരത്തിൽ ബയാസ്ഡാക്കി മാറ്റി. അതുകൊണ്ട് തന്നെയാണ് ആ വകുപ്പിനെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മാറ്റി മുസ്ലിം ക്ഷേമ വകുപ്പ് എന്ന് വരെ ട്രോളുകൾ വരെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കാരണക്കാരൻ മുഖ്യ സൃഷ്ടാവ് നമുക്കറിയാവുന്ന ഇദ്ദേഹം തന്നെയാണ്. അത് നമ്മൾ 80-20 അനുപാതം എടുത്താലും, EWS വിഷയങ്ങൾ എടുത്താലും, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ നിയമനങ്ങൾ എടുത്താലും, ന്യൂനപക്ഷ മൈനോറിറ്റി കമ്മീഷന്റെ നിയമനങ്ങൾ എടുത്താലും എല്ലാം നമുക്ക് ആ ഒരു ന്യൂനപക്ഷം ഒഴിച്ച് വേറെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്നു. ഇല്ലാന്ന് മാത്രമല്ല, രണ്ടാമത്തെ ന്യൂനപക്ഷം ഇവിടെ ചിത്രത്തിലുണ്ടെന്ന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രവർത്തനം സജീവമായി വന്നു. ഇത് ഒരു ഇടത് സർക്കാർ ഭരിക്കുമ്പോഴാണ്. അതിനെതിരെയാണ് വാസ്തവത്തില് ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുകിട നാമമാത്ര കർഷകരും പാവപ്പെട്ടവനും, ഞാൻ നിതിനോട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, 70% ആളുകളും ഈ സമുദായത്തിലെ കടക്കണിയിലുള്ളവരാണ്. പുറമേ നിന്ന് നോക്കിയാൽ ചിലപ്പോ ഒരു വീട് കാണും, അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനം കാണും, വീട്ടിൽ ഫർണിച്ചർ കാണും. പക്ഷെ ഇവന്റെ വീടും വാഹനവും ഫർണിച്ചറും ഒന്നും ഇവന്റെ അല്ല, മറിച്ചത് ഒന്നിലെ ഫിനാൻസ് കമ്പനിയാണ്, അല്ലെ ബാങ്കിന്റെയാണ്. അവന് സാധാരണക്കാരൻ ജീവിക്കാനുള്ള ആഗ്രഹം മൂലം അവനറിഞ്ഞ് ഇവിടുത്തെ കടക്കണിയിലായിട്ട് ആ കട അടയ്ക്കാനായിട്ട് ജീവിക്കാൻ വിഷമിക്കുന്നവനാണ്. അവനെയാണ് ഇത്തരത്തിൽ മുദ്ര കുത്തി മാറ്റി നിർത്തിയിട്ട് അവന് വേണ്ടപ്പെട്ട അവകാശം നിഷേധിച്ചുകൊണ്ട് പോയത്. അതൊരു വശത്ത്. രണ്ടാമത്തത്, ഇദ്ദേഹത്തിന്റെ നമ്മൾ സമൂഹത്തിൽ പൊതുവിൽ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പം. ആ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനവന് ഇഷ്ടപ്പെടാത്തതായിട്ട് ഉള്ള വിധി വന്നാൽ അത് എത്ര നീതിയുക്തമാണെങ്കിലും, എത്ര നീതിയുക്തമായ തീരുമാനമാണെങ്കിലും അതിനെ കണ്ണുമടച്ച് എതിർക്കുക എന്നുള്ളൊരു ട്രെൻഡ് സമൂഹത്തിലുണ്ട്. അതിന്റെ ഒരു വക്താവ് കൂടിയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ചൂടി പിടിച്ച് നടക്കുന്ന ആളുകളും എന്ന് വളരെ വ്യക്തമാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹം ഒരു ജസ്റ്റിസ് ആയിരുന്നു. ഈ ജസ്റ്റിസ് കമാൽ പാഷ ക്രൈസ്തവ സമുദായത്തിന്റെ പ്രത്യേകിച്ച് കൂദാശകളെ അടക്കം ആക്ഷേപിക്കുകയും വളരെ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും ചെയ്തിട്ട് ആരും മിണ്ടാനുണ്ടായില്ല. അദ്ദേഹം അത് ഘോരഘോരം പ്രഘോഷിച്ചു നടക്കുകയാണ്. ഫ്രാങ്കോ കേസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രാങ്കോ കേസിന് എതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വഞ്ചി സ്ക്വയർ നടന്ന സമരത്തില് തട്ടമിട്ട കുറെ സ്കൂൾ വിദ്യാർത്ഥികളാണ് അവിടെ സമരം നടത്താനായിട്ട് കൊണ്ടുവന്നത്. എങ്ങനോ തൃശ്ശൂരിൽ നിന്നിട്ട് കൊണ്ടുവന്നത് തട്ടമിട്ടവരാണ് നടത്തുന്നത്. അപ്പൊ ആരാണ് ഇത്തരം സമരങ്ങളുടെ പിന്നാമ്പുറം അന്വേഷിച്ചു പോകുമ്പോ ഈ കമാൽ പാഷയെ പോലെയുള്ളവർ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നമുക്ക് ആ തരത്തിൽ നിരുത്തരവാദികളാണെന്ന് മനസ്സിലാക്കാനും കഴിയില്ല. വസ്തുതയുണ്ട്. ഞാൻ പറയാം ഈ തടിയന്റെ അവിടെ നസീറിന്റെ ഈ അടുത്ത നാളത്തെ ഒരു ജഡ്ജ്മെന്റ് വന്നു. ആ ജഡ്ജ്മെന്റുകളെ എങ്ങനെയാണ് അവനവന് ഇഷ്ടമല്ലെങ്കിൽ എതിർക്കുക എന്നുള്ള തെളിവാണ് ഞാൻ പറയുന്നത്. ഫ്രാങ്കോ പിതാവിന്റെ വിധി വന്ന സമയത്തുണ്ടായ വിഷയങ്ങള് അദ്ദേഹത്തിന്റെ കുറ്റവാളികളെന്ന് അദ്ദേഹം സമ്മതിച്ചു. പ്രോസിക്യൂഷൻ അതിന് തക്ക വിധത്തിലുള്ള എല്ലാ തെളിവുകളും നിരത്തി കോടതി ആ തരത്തിലുള്ള നടപടി സ്വീകരിച്ചു. പക്ഷെ ആ കോടതിയെ വിമർശിക്കാൻ ഇവിടുത്തെ എല്ലാ ചാനലുകളും ഇവിടുത്തെ എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചാഞ്ഞടിച്ചു. പക്ഷേ ഇവിടെ വലിയ വിപ്ലവകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തീവ്രവാദ പ്രസ്ഥാനത്ത് അടിപ്പെട്ടു പോയ ഒരാളുടെ വിധി വന്നല്ലോ, തടിയന്റെ ഇവിടെ നസീർ അടക്കമുള്ള ആളുകളുടെ ആ വിധി വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടത് എന്താണ്? അവിടെ വിധിവാചകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രതികള് കുറ്റം സമ്മതിച്ചു, പക്ഷെ പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന്. അതിനെക്കുറിച്ച് ഒരു ചർച്ചയും വലിയ കണ്ടില്ല, എവിടെയും കണ്ടില്ല. ഇത്ര വലിയ തീവ്രവാദ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ചയും കാണുന്നില്ല. അപ്പൊ അവനവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അനുകൂലിക്കുകയും അത് നീതിയാണെങ്കിൽ പോലും അവന് ഇഷ്ടപ്പെടാത്ത വിധികൾ വന്നു കഴിഞ്ഞ് എതിർക്കുകയും ചെയ്തൊരു ട്രെൻഡ് സമൂഹത്തിലുണ്ട്. അതിന് കൂട്ടുപിടിക്കുന്ന ആളാണ് ആര്? ഇദ്ദേഹവും. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ജലീൽ അടക്കമുള്ള ആളുകൾ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാ പിന്തുണയും അത് രാഷ്ട്രീയത്തിൽ നിന്നായാലും മറ്റ് സംവിധാനങ്ങളിലായാലും നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാവി കൂമ്പടയാൻ പോകുന്നത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യഗ്രതയും എന്താ പറയാ അമിതമായിട്ടുള്ള ഒരു ദുഃഖവും ഉണ്ടല്ലോ. അതിനടിപ്പെട്ടിട്ട് ഒരു ഡിപ്രഷന്റെ ലെവലിൽ നിന്ന് പോലും നമുക്ക് തോന്നിപ്പോകും മനുഷ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണോ ഇതൊന്ന്. ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് മതത്തിന്റെ മുഖം കൊടുത്തുകൊണ്ട് അതിൽ പരിവേഷം ചാർത്തി സ്വന്തം ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഇതിന്റെ പിന്നിൽ നടക്കുന്നില്ല എന്ന് സംശയിച്ചാൽ ആർക്കാണ് ഇതിനെ കുറ്റപ്പെടുത്താൻ കഴിയുക? അതാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുക. അപ്പൊ വാസ്തവത്തിൽ അദ്ദേഹം ചെയ്ത ചെയ്തികളെല്ലാം തന്നെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണക്രമത്തിൽ അത് സുതാര്യമായി ചെയ്തതോ അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചെയ്തതോ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അനുകൂലമായി ചെയ്തതോ അല്ലായിരുന്നു എന്നുള്ള വ്യക്തമായ തെളിവാണ് ലോകായുക്ത എടുത്ത തീരുമാനവും വിധിയും.
അതിനെ അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ അതിനെതിരെ പാടിക്കൊണ്ട് നടന്നിട്ട് ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ കുറ്റം പറഞ്ഞ അവസ്ഥയിലേക്ക് തരം താഴുന്നത് നമുക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയാം? തീർച്ചയായും തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഡോക്ടർ ചാക്കോ ക്ലബിന് പറഞ്ഞതുപോലെ ജലീൽ എല്ലാ പരിധികളും മുന്നോട്ട് പോവുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ പിണറായി വിജയൻ നാട്ടിൽ വന്നാലും ജലീലിനെതിരെ ഒരു താക്കീത് കൊടുക്കാനോ നടപടി എടുക്കാനോ ഒക്കെ ഒരു ശ്രമം നടത്തുമെന്ന് പോലും വ്യക്തിപരമായിട്ട് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും ഇടതുപക്ഷത്തിന്റെ ഒരു മതേതരത്വ നിലപാട് പുലർത്തുന്ന ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ ജലീൽ ഒരു തലവേദനയായി മാറുന്ന ഒരു ഘട്ടം, അത് പല ഘട്ടങ്ങളായി നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹം ഒരേ വിഷയം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ലോകായുക്ത ആ വ്യക്തി ആ നിലയിലേക്ക് ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഈ പാർട്ടിയുടെ തന്നെ ഒരു പൊതു സ്വീകാര്യതയെ ഇത്തരത്തിലുള്ള ചില വ്യക്തികളുടെ ഇടപെടലുകൾ അതിനെപ്പോലും അത് ബാധിക്കാൻ സാധ്യതയില്ലേ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ താക്കീത് ചെയ്യാൻ ആ പാർട്ടി തന്നെ മുന്നിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അല്ല, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിരുത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുത്തേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ശ്രീ കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജലീൽ ഒരു വ്യക്തിയാണ്, ഒരു പ്രസ്ഥാനമല്ല. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അതാണ് പ്രസ്ഥാനം. ജലീൽ ഒരു വ്യക്തിയാണ്, ഒരു പ്രസ്ഥാനമല്ല. ഒരു വ്യക്തി എന്നുള്ളവരൊക്കെ അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും അത് പ്രസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള നിലപാടിനെ വിപരീതമായൊരു നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റും. പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതുവരെ പിന്തുണയ്ക്കാൻ പറ്റുകയുമില്ല. മാത്രമല്ല, ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് അവർ ചെയ്യുന്ന ഒരു നിലപാടുണ്ടല്ലോ, അതെന്താണ്? അത് അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട്, രാഷ്ട്രീയത്തിലെ സത്യസന്ധത, ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം എന്നൊക്കെ നമ്മൾ പറയുന്ന ചില സംഗതികൾ, ചില മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾക്കെതിരായ ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുക്കാൻ പറ്റില്ല, കോൺഗ്രസിനും പറ്റില്ല. ഒരു സംശയം ചോദിക്കുകയാണ്. ഐസ്ക്രീം പാർലർ കേസ് ഉണ്ടായപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് യാതൊരു വിധി ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഒരു FIR പോലും ഉണ്ടായില്ല. എന്നിട്ട് അദ്ദേഹം രാജിവെച്ചില്ല. എന്തുകൊണ്ട് രാജിവെച്ചത്? കാരണം പൊതുജന മനസാക്ഷിയുടെ മുമ്പിൽ അദ്ദേഹം കളങ്കിതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. കുറ്റപത്രം ഒന്നും വേണ്ട രാജിവെക്കാൻ. അത് UDF ആണ്, മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മീതെ വേറെ വല്ല നേതാക്കന്മാർ ഇല്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു. എന്തുകൊണ്ട് രാജിവെച്ചു? രാജിവെക്കാൻ നിർബന്ധിതമായി എന്ന് പറഞ്ഞ പോലെ അത് രാഷ്ട്രീയ മൊറാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരിക്കലും അത് വിട്ടുകളയാനും പറ്റിയില്ല. ഇപ്പൊ ജലീൽ തന്നെ രാജിവെച്ചു. ജലീൽ രാജിവെക്കല്ലാതെ മാർഗമില്ലായിരുന്നു. അല്ലെങ്കിൽ പോലും അതെ, ജലീലിന്റെ അത്ര തന്നെ പ്രശ്നങ്ങളില്ലായിരുന്നു. ജയരാജൻ രാജിവെച്ചില്ല. അത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശശീന്ദ്രൻ രാജിവെച്ചു, ചാണ്ടി രാജിവെച്ചു. അപ്പൊ ഇവരൊക്കെ രാജിവെച്ചെങ്കിൽ ഇദ്ദേഹം രാജിവെക്കും. അപ്പൊ ഇത് രാജി എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ അന്തിമമായിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ കഴിയും. അങ്ങനെയല്ല. ഇപ്പൊ കരുണാകരൻ രാജിവെച്ചിട്ട് എന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റവും 1 മാസത്തിനകത്ത് അദ്ദേഹം രാജിവെക്കുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നു. രാഷ്ട്രീയത്തിൽ ഒരു അന്തിമമായ ഒരു വിധിയില്ല. പക്ഷെ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ രാജിവെച്ച് അപമാനിതനായി പോയത് കൂടി ഇനി ഒരിക്കലും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. കാരണം ഇദ്ദേഹം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്നൊരു ജുഡീഷ്യൽ ഫൈൻഡിങ് വന്നു. അത് ആ മന്ത്രിസഭയിലേക്ക് മാത്രമുള്ള ഫൈൻഡിങ് അല്ല, എക്കാലത്തേക്കുള്ളൊരു ഫൈൻഡിങ് ആണ്. അത് ഹൈക്കോടതി ആണിയടിച്ചു, ശരിവെച്ചു. അപ്പൊ ഇനി അവിടെ നിവൃത്തിയില്ല. സുപ്രീം കോടതി ഇത്ര പ്രധാനപ്പെട്ട ഒരു കേസ് ഒരിക്കലും ഫയലിൽ സ്വീകരിക്കാതെ അല്ലാതുള്ള അത് പതിവുള്ളൊരു കാര്യമല്ല. പ്രധാനപ്പെട്ട കേസാവുമ്പോൾ അത് മാത്രമല്ല നിയമ പ്രശ്നങ്ങളുണ്ട്, വലിയ ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മന്ത്രിയെ അങ്ങനെ ഒരു അർദ്ധ ജുഡീഷ്യൽ അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിൽ ഇതുപോലെ അൺസീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം അടക്കം ഉണ്ടായിട്ടും അത് ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കാതെ തള്ളി. അത് ശക്തമായ വിധിയാണ്. ലോകായുക്തയുടെ വിധിയൊക്കെ നിസ്സാരമാണ്. ആ വിധി വെച്ച് നോക്കുമ്പോൾ അത് ഭീകരമായ വിധിയാണ്. താരമണ്ഡം പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള വിധി കൂടി അദ്ദേഹത്തെ തകർത്ത് തരിപ്പണമായി. അതിന്റെ പുറത്ത് സുപ്രീം കോടതി പോകണം. സുപ്രീം കോടതി പരിഗണിക്കേണ്ട ഒരു വിഷയം എന്തുണ്ട്? ഞാൻ ജലീലിനെ പരിപൂർണമായിട്ട് തള്ളി പറയാം. തീർച്ചയായും വിശദമായ വാദം കേട്ടൊരു തീരുമാനത്തിലെത്തണ്ടേ? അതുപോലും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഈ ശവപ്പെട്ടിയിലെ അവസാനത്താണ് ഈ സുപ്രീം കോടതി അടിക്കും. ഇനി ഒരു സ്ഥലമില്ല അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇവിടെ ശ്രീ ചാക്കോ പറഞ്ഞ പോലെയല്ല, അദ്ദേഹത്തിന് നിരാശയിൽ നിന്നുണ്ടായി വിഭ്രാന്തിയാണ്. വിഭ്രാന്തി എന്നുള്ള വാക്കെടുക്കുന്നത് ആ ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. നമ്മൾ ഈ വല്ല സൈക്കാട്രിസ്റ്റുകളൊക്കെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ആ വിവാദപ്പെട്ട ഒരാളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടായിരുന്നു. അപ്പോ അത് ഒരു മനഃശാസ്ത്ര പഠനം ആവശ്യമുള്ള ഒരു സംഗതി. മനഃശാസ്ത്ര പഠനം ഒരു മനോരോഗ വിദഗ്ധന് കൂടി ഈ പാനലിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടി നന്നായിട്ട് ഈ വിഷയത്തെ അവർക്ക് അനലൈസ് ചെയ്ത് പറയാൻ കഴിയുമായിരുന്നു. അതുപോലത്തെ അവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങ് പറയുന്നതനുസരിച്ച് ജലീൽ എന്നുള്ള രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ ഭാവി ഇടതുപക്ഷ മുന്നണിയിൽ എന്നല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ ഒരു ചോദ്യചിഹ്നം വന്നു കഴിഞ്ഞിരിക്കുകയാണ്.
അതിൽ ചോദ്യചിഹ്നം തന്നെയാണ്. അത് മാറാനുള്ള സാധ്യത ഉടനെ നമുക്ക് കാണാനും പറ്റില്ല അല്ലേ? ചോദ്യചിഹ്നമല്ല, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഫുൾ സ്റ്റോപ്പാണ് വന്നത്. ഫുൾ സ്റ്റോപ്പാണ്. ചിഹ്നമാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിന് ഉത്തരം കണ്ടുപിടിക്കാമല്ലോ. ഒരു പൂർണ്ണ വിരാമം. ഇനി അദ്ദേഹത്തിന് ഒരിക്കലും മന്ത്രിയാകാൻ പറ്റുകയില്ല എന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഉണ്ടായത്. കാരണം ലോകായുക്തയുടെ വിധി വന്നു, അത് ഹൈക്കോടതി സുപ്രീം കോടതി ശരിവെച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ രാഷ്ട്രീയ ഭാവി മന്ത്രിയാകാൻ പറ്റില്ല. അദ്ദേഹത്തിന് വേറെ പലതും ആകാൻ പറ്റില്ല. കാരണം മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാന്ന് പറഞ്ഞു. അത് പറഞ്ഞ പിന്നെ ഏത് കാലത്തേക്കുള്ള ഒരു അംഗീകാരമുള്ളൂ, പിന്നെ അതിൽ നിന്ന് ഒരു മോചനമില്ല. ശരി, അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ കോടതി അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ UDF വേണമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണമെങ്കിൽ തിരിച്ചാരോപിച്ചു വിടാം. കാരണം ഈ ഒരു വിധി, ഈ ലോകായുക്തയുടെ വിധി ഒരു 2 മാസം മുമ്പായിരുന്നെങ്കിൽ അല്ലേ, ജലീൽ ഒരു MLA പോലും ആകുന്ന ഒരു സാഹചര്യം, ജലീൽ എന്നല്ല ഇടതുപക്ഷ പാർട്ടിക്ക് തന്നെ അവരുടെ രാഷ്ട്രീയത്തിന്റെ വിജയത്തെ പോലും ഒരു പക്ഷേ സ്വാധീനിക്കാൻ തക്കവണ്ണം ഒരു വിധി വന്നേനെ. അതൊരു പക്ഷേ അവർ കാണിച്ച ഒരു കൂറാണോ എന്ന് പോലും പ്രതിപക്ഷത്തിന് വേണ്ടി ആരോപിക്കാൻ തക്കവണ്ണം ഒരു നിലപാട് കൂടിയല്ലായിരുന്നോ ആ വിധി വൈകി? പ്രതിപക്ഷത്ത് ഉള്ള ആളുകൾ ആ രീതിയിൽ ആരോപിച്ചില്ല. ഉമ്മൻചാണ്ടിയൊക്കെ മാന്യന്മാരായതുകൊണ്ട് ഒരുപാട് കാലം പൊതുപ്രവർത്തനം പരമ്പരയുള്ളവരായതൊന്നും അങ്ങനെ പറയുന്നില്ല. പക്ഷെ എന്റെ സുഹൃത്ത് എറണാകുളത്തെ ഒരു പ്രമുഖ അഭിഭാഷകൻ, സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ജോർജ് പൂന്തോട്ടമാണ് ഈ കേസിൽ ഈ മുസ്ലിം ലീഗുകാർക്ക് വേണ്ടി അർത്ഥം. മുസ്ലിം ലീഗുകാരാണ് ഈ കേസ് ആത്മാർത്ഥമായിട്ട് ജലീലിനെതിരെ നടത്തിയത്. അദ്ദേഹം പറയുന്നത് സത്യത്തിൽ ലോകായുക്ത ഒരു നീതികേടാണ് കാണിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഞാൻ എന്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പറയണം. അത് പൊതുസ്ഥലത്ത് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞതാണ് അത് ലോകായുക്ത ചെയ്തത് നീതികേടാണ്. ഈ വിധി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മുമ്പ് പറയാമായിരുന്നു. അവരത് വോട്ടെടുപ്പ് കഴിയുന്നവരെ പിടിച്ചു വച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോരുത്തർക്കും അവരവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. ലോകായുക്തയ്ക്ക് അവരുടെ ന്യായമുണ്ട്. ഏതായാലും വിധി വന്നത് വോട്ടെടുപ്പിന് ശേഷമാണ്, ഫലപ്രഖ്യാപനത്തിന് മുമ്പാണ്. രണ്ടായാലും ഈ വിധിയെ കുറിച്ച് ആർക്കും ആക്ഷേപം പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ക്രമവിരുദ്ധമായ നിയമനം ഉണ്ടായി. പക്ഷേ ഇദ്ദേഹം അഡ്വക്കേറ്റ് ജയശങ്കർ, എൻ്റെ ഒരു സംശയമാണ്, ഞാൻ തീർക്കുകയാണ്. അതായത് നിലവിൽ ഇദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്താണ്? ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നാണോ ഇദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതോ ഇദ്ദേഹത്തെ ശിക്ഷിച്ച ആൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലെന്നാണോ ഇദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്ന കാര്യം? ഇദ്ദേഹം ഇപ്പോഴും നീതിമാനായിട്ടാണോ സ്വയം കരുതുക? അദ്ദേഹം വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് നമുക്കറിയില്ല, അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞിടത്തോളം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നു. അദ്ദേഹം ചെയ്തത് വളരെ ഒരു നല്ല കാര്യമായിരുന്നു, ഒരു പുണ്യപ്രവർത്തിയായിരുന്നു. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഈ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിയമിച്ചത് ആ കോർപ്പറേഷൻ കെടുകാര്യസ്ഥതയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനൊന്നും നേരെയാക്കിയെടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ അത് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും തൽപര കക്ഷികളായ മുസ്ലിം ലീഗുകാർ, കാരണം മുസ്ലിം ലീഗിന്റെ അഴിമതിക്കെതിരെയാണല്ലോ ഇദ്ദേഹം വലിയ കുരിശുയുദ്ധം നടത്തി വന്നത്, മുസ്ലിം ലീഗുകാർ അത് ദുർവ്യാഖ്യാനം ചെയ്യുകയും ഇവിടുത്തെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ ഉള്ള ചില സ്ഥാപനങ്ങൾ ഇത് പരമാവധി ഇദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാൻ, മലൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അവരുടെ ഒരു കുത്തിത്തിരിപ്പിൽ ലോകായുക്ത വീട് പോയി. ലോകായുക്തയിൽ പ്രധാന ജഡ്ജിയായി ശ്രീ സിറിയക് ജോസഫ് സാമുദായികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ മുൻനിർത്തി അദ്ദേഹത്തെ അൺസീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഒരു പരിശുദ്ധ പരമ പുണ്യവാളനാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വിനു വി ജോണും ഞാനും അടക്കമുള്ള ആളുകളൊക്കെ വളരെ മ്ലേച്ഛന്മാരും ആയതുകൊണ്ട് ലോകായുക്ത ഞങ്ങളുടെ ഈ കുപ്രചരണത്തിൽ കുടുങ്ങിപ്പോയി. അത് കുടുങ്ങിപ്പോകുക മാത്രമല്ല, സാമുദായികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മറ്റു താല്പര്യങ്ങൾ കൂടി വന്നപ്പോൾ നീതിമാനായി ഇദ്ദേഹത്തെ കുരിശിൽ തറക്കുകയും ബറാബാസിനെ വിട്ടയക്കുകയും ചെയ്തു എന്നുള്ളത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പരാതി. ഇപ്പൊ കാര്യം മനസ്സിലായി. വ്യക്തമാണ്. ഞാൻ തിരിച്ചു തരാം. ശ്രീ MP ജോസഫ്, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ലോകായുക്തയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നടക്കുന്നു. ജലീൽ ഒരു മതത്തിന്റെ നിറം കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ അദ്ദേഹം കോട്ട് ചെയ്യുകയാണ്. ഇന്ന് അദ്ദേഹം അത്തരത്തിൽ മറ്റൊരു പോസ്റ്റുമായിട്ട് ഇന്നത്തെ കുറച്ച് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അങ്ങേക്ക് എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? ജലീലിന്റെ ആ സമീപനം തീർത്തും ഒരു മതത്തിനെതിരെയാണെങ്കിൽ അത് തീർത്തും അപലപിക്കേണ്ടതാണ്, ഒരു സംശയവും. പല പ്രസ്താവനകളും ആ രീതിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അപലപിക്കേണ്ടത് തന്നെയാണ്. അത് ഏത് മതത്തിനെതിരെയാണെങ്കിലും ശരി. പിന്നെ ഇതിന്റെ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുള്ളത്, ഇത് ക്രിസ്തീയ സഭകൾക്കെതിരെ ഉള്ള ഒരു ആക്രമണമാണ്, കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ആക്രമണമാണ് എന്നുള്ളൊരു സൂചന അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 700 കോടി ജനങ്ങളാണുള്ളത്. അതിൽ 300 കോടി ജനങ്ങളുള്ളതാണ് ക്രിസ്തീയ സഭ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ഇത്തവണങ്ങൾ വരും. അതൊക്കെ 10,000 കൊല്ലമായിട്ട് സഭ തരണം ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ജലീലിനെ പോലെയുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പൊയ്മുഖം പോയിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ജെന്റിൽമാൻ, ഒരു എന്താ പറയാ, കാണാനും ഒരു സുമുഖൻ, ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു പഠിപ്പും വിദ്യാഭ്യാസവും അറിവും പക്വതയുമുള്ള ഒരു വ്യക്തി എന്നുള്ള ആ പൊയ്മുഖം പോയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള ഒരാളുടെ ആക്രമണം ആന നടക്കുമ്പോൾ പട്ടി കുറയ്ക്കുന്ന പോലത്തെയൊക്കെ ഒന്നായിട്ട് നോക്കിയാൽ മതി. നമ്മള് അത് കൂടുതൽ അതിനകത്ത് ജലീലിന്റെ ഒറ്റപ്പെട്ട ആ ആക്രമണം നമ്മള് കളയണമെന്നാണ്. ഇത് 10,000-2000 കൊല്ലമായിട്ട് നടക്കുന്ന ചർച്ചയാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ എന്റെ വിശ്വാസം. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അങ്ങേക്ക് പറയാം. ഇതിന് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇവിടെ മതത്തിന്റെ പേര് പിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പിടിച്ചിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ്, അത് ഏതെങ്കിലും ഒരു മതത്തിനെ കൂട്ടുപിടിച്ച് മറ്റൊരു മതത്തിനെ ഇകഴ്ത്തി കാണിക്കാനോ ഒരു മതത്തിന്റെ തീവ്രവാദ പ്രസ്ഥാനം ഉപയോഗിച്ച് മറ്റൊരു മതത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ മാറുക എന്ന് പറയുന്നത് സമൂഹത്തിലെ പ്രത്യേകിച്ച് വലിയ ദുരന്തമാണ്. ഈ ദുരന്തം തിരുത്തുവാനുള്ള സമൂഹത്തിന്റെ ബാധ്യത മാധ്യമങ്ങളും ഏറ്റെടുക്കണം, ജനങ്ങളും ഏറ്റെടുക്കണം, രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിനുള്ള ഇച്ഛാശക്തിയും കാണിക്കണം. എങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ യഥാർത്ഥ മുഖത്തെ നമുക്ക് യഥാർത്ഥ തിളക്കമുള്ള മുഖമാർഗം നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അതിന് അപച്യുതി ഉണ്ടാക്കുന്ന ഇത്തരം മുഖമൂടി അണിഞ്ഞിട്ടുള്ള ഇത്തരം വിഷലിപ്തമായിട്ടുള്ള വ്യക്തിപ്രഭാവങ്ങളെ സമൂഹത്തില് നമുക്ക് തൊലിപൊളിച്ച് കാണിക്കേണ്ടത്, പച്ച ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, അല്ലെ മുഖംമുടി മാറ്റി കാണിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് എപ്പോഴും ഓർമ്മ വേണം. അത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് മതനേതാവായാലും അത് രാഷ്ട്രത്തിന് അപജയമുണ്ടാക്കുന്നതാണ്, അത് സമൂഹത്തിന് ദുർമാതൃകയാണ്. അവരെ തീർച്ചയായിട്ടും സമൂഹം ഒറ്റപ്പെടുത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണം. എല്ലാ പിടിവള്ളിയും വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഈ ജലീൽ തന്നെ ഇലക്ഷന് ശേഷം വിധി വരുന്നു, ഇലക്ഷന് മുമ്പ് വിധി വരുന്നില്ല, അതേസമയത്ത് പുതിയ മന്ത്രിസഭ ഉണ്ടാകുന്നതിന് മുമ്പ് വിധി വരുന്നു. അങ്ങനെയാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വിധിയാണ് എന്റെ ഈ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ ആരോപിക്കാനുള്ള ആർജവമില്ലാത്തത്. ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ, അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അർത്ഥത്തിൽ അങ്ങനെയും വ്യാഖ്യാനിച്ചുകൂടെ ഇതിനെ? വേണമെങ്കിൽ ഇതേപോലെ പോലെ വളരെ താഴ്ന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനിക്കല്ലോ. എനിക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത് മറച്ചുവെച്ചു, അതിന് ലോകായുക്ത കൂട്ടുന്നു, അവർക്ക് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവര് അത് മന്ത്രിസഭാ രൂപീകരണം സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിട്ട് പുറത്തുവിട്ടു എന്ന് ആരോപണവും വരാമല്ലോ. ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ കൊണ്ട് നടന്നുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും അത്തരം കപട പ്രചരണങ്ങളും ഒന്നും ഈ നമ്മുടെ ജനം തിരിച്ചറിയും. അത് ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളതാണ് എന്റെ അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു യാഥാർത്ഥ്യം. ചോദ്യങ്ങൾക്കും വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും മറുപടി പറയുവാൻ കയ്യിൽ വാദങ്ങളില്ലെങ്കിൽ, ഫാക്റ്റുകളില്ലെങ്കിൽ, വസ്തുതകളില്ലെങ്കിൽ മതങ്ങളെ കൂട്ടുപിടിച്ച്, ചില സമുദായങ്ങളെ കൂട്ടുപിടിച്ച്, ചില വ്യക്തികളുടെ മതം തിരഞ്ഞുപിടിച്ച് അവരെ ആക്രമിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾക്കും അത് സ്വീകാര്യമാകേണ്ട ഒരു നടപടിയല്ല. തീർച്ചയായിട്ടും മതേതര കേരളം ഇത്തരത്തിലുള്ള പുഴുക്കത്തുകൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കേണ്ടതായിട്ടുണ്ട്. പൂച്ചയ്ക്ക് 6 മണി കെട്ടും എന്ന ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ KT ജലീലിന്റെ വർഗീയതയ്ക്കെതിരെ, KT ജലീലിന്റെ സ്വജനപക്ഷപാതത്തിനെതിരെ, അദ്ദേഹം ഇപ്പോൾ തൊടുത്തുവിടുന്ന ഉണ്ടയില്ലാവടികൾക്കെതിരെ ശക്തമായ നടപടികളെടുക്കാൻ, ശക്തമായ പ്രതിഷേധം അറിയിക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് പക്വമായ ഇടപെടലുകൾ, പക്വമായ നടപടികൾ ജലീലിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയശങ്കർ, ഡോക്ടർ ചാക്കോ കളാമറമ്പിൽ, ശ്രീ MB ജോസഫ് IAS, 3 പേർക്കും നന്ദി. ചെക്ക് ഇൻ അറ്റ് ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു.